മഴ അങ്ങനെ ശക്തമായിട്ട് തുടരുകയാട്ടോ. ഇത് നമ്മുടെ കല്ലാർകുട്ടി ഡാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കല്ലാർകുട്ടി ഡാമിൻ്റെ 2 ഷട്ടറുകളാണ് ഇപ്പോൾ നിലവിൽ പൊക്കിയിരിക്കുന്നത്, 50 സെൻറ്റിമീറ്ററും 60 സെൻറ്റിമീറ്ററും. എന്താണെങ്കിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും കല്ലാർകുട്ടി ഡാമിൻ്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇടുക്കി, രാജക്കാട്, നെടുങ്കണ്ടം, തൊടുപുഴ അങ്ങനെ എല്ലാ മേഖലയിലും ശക്തമായ മഴ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി യാത്രാ നിരോധനം നിലവിൽ ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിലേക്ക് വരുന്നവർ ദയവായിട്ട് ശ്രദ്ധിക്കുക. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 2 മണിക്കൂർ മാത്രമാണ് തോർന്നിട്ടുള്ളത്. അതിനുശേഷം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മഴ തുറന്നുകൊണ്ടിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് മഴയുടെ ശക്തി അല്പം കൂടിയിട്ടുണ്ട്. മാത്രമല്ല വഴി നീളെ മണ്ണിടിച്ചിലും മരവും ഒടിഞ്ഞാടലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വാഹനമൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. പകൽ പോലും നിലവിൽ ഇടുക്കിയിലെ 3 ഡാമുകളാണ് തുറന്നിട്ടുള്ളത്. ഒന്ന് തൊടുപുഴ മലങ്കര ഡാം, മറ്റൊന്ന് ലോവർ പെരിയാർ ഡാം, പാമ്പള ഡാമെന്നും ഈ ഡാമിനെ പറയപ്പെടും. മറ്റൊന്ന് നമ്മുടെ ഇപ്പോൾ കാണുന്ന കല്ലാർകുട്ടി ഡാമാണ്. എന്നാൽ മൂന്നാർ ഉൾപ്പെടെ രാജക്കാട് ഉൾപ്പെടെയുള്ള മേഖലകൾ ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റു ഡാമുകൾ തുറക്കാനോ ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടുക്കിയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ജാഗരൂകരായിട്ടിരിക്കുക. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുന്നു.